ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ A to Z ആദി. ഞാനും അച്ഛനും കണ്ണനും കൂടി കൂർക്കഞ്ചേരി തൈപ്പോയും കാണാൻ വേണ്ടിട്ട് പോവുകയാണ്. അപ്പോൾ അടിപൊളി പൂയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലിയ കാവടികളൊക്കെ ഞാൻ കാണുന്നത് തന്നെ. ആദ്യമായിട്ടാണ് ഇങ്ങനെ പൂയത്തിനൊക്കെ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നടക്കേണ്ടി വന്നു. ഒരു 1.5 കിലോമീറ്ററോളം ഞങ്ങൾ നടക്കേണ്ടി വന്നു അമ്പലത്തിലെത്താൻ വേണ്ടി. അവിടെ ചെന്നപ്പോൾ എന്താ സൂചി കുത്താൻ സ്ഥലമില്ല. കേരളത്തിലുള്ള ആൾക്കാർ മൊത്തം ഇവിടെ തന്നെ ആയിരുന്നു എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നി. പിന്നെ നമുക്ക് മലയാളികൾക്ക് മാത്രം കിട്ടിയൊരു കഴിവുണ്ടല്ലോ. എത്ര തിരക്കാണെങ്കിലും ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ കയറി നുഴഞ്ഞു കയറിയിട്ട് ഏറ്റവും ഫ്രണ്ടിൽ പോയി നിൽക്കുന്ന അങ്ങനത്തെ ഒരു നയമായിരുന്നു പിന്നെ ഞാനും അച്ഛനും കണ്ണനും എടുത്തത്. പിന്നെ എന്തോരം കാവടികളായിരുന്നു എന്നറിയോ. 30 അടിയൊക്കെ നീളം ഉണ്ടായിരുന്നെന്ന് അച്ഛൻ പറയുന്നത് ആ കാവടികൾക്കൊക്കെ. പിന്നെ തേരുണ്ടായിരുന്നു, മുത്തുക്കുട ഉണ്ടായിരുന്നു, എന്തൊക്കെ പരിപാടിയായിരുന്നറിയോ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു സൈഡിൽ ശിങ്കാരി മേളം, മറ്റേ സൈഡിൽ ചെണ്ടമേളം, പിന്നെ അപ്പുറത്ത് ബാൻഡ് മേളം. എന്തൊക്കെ മേളങ്ങളായിരുന്നോ എന്തോ എനിക്കറിയാൻ പാടില്ല. നിനക്കൊന്നും അറിയില്ല. പിന്നെ കണ്ണംകുളങ്ങര, കണിമംഗലം, വെളിയന്നൂർ ഇങ്ങനത്തെ 3 ദേശക്കാരുടെ പരിപാടിയായിരുന്നു ഈ നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും ഒരു രക്ഷയില്ലാത്ത പരിപാടിയായിരുന്നു. ആൾക്കാരോ അതിലും വലുത്. പിന്നെ ആനകള് അതൊന്നും പറയണ്ട. ഗജഭീമൻ, പുതുപ്പള്ളി കേശവൻ, യുവരാജാവ് നന്ദിലത്താന, ഉട്ടോളി മഹാദേവൻ, ഇങ്ങനത്തെ ആനകളൊക്കെ ഉണ്ട്. പക്ഷെ നേരത്തെ എനിക്ക് ഇവരെല്ലാവരും ആനകളായിരുന്നു. ഇപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഓരോ പേരുകളുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് തന്നെ. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐസ്ക്രീം ഒക്കെ ഞങ്ങൾ വാങ്ങി കഴിച്ചു. പിന്നെ മൊത്തത്തിലൊരു ഒരു ഉത്സവമയമായിരുന്നു. പച്ച, മഞ്ഞ, നീല, കറുപ്പ്, വെള്ള ഒന്നും പറയണ്ട. പല കളറിലുള്ള കാവടികൾ. നമ്മള് ഒരു കാവടി ഇപ്പൊ കണ്ട് പിന്നെ നോക്കുമ്പോൾ അയ്യോ ഇതിൽ ഏതാ നല്ലതെന്ന് നമുക്ക് കൺഫ്യൂഷനായി പോകും. അത്രയ്ക്ക് നല്ല കാവടികളൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പൊ ഈ ഉണ്ടാക്കുന്ന കാവടികളൊക്കെ ഉണ്ടല്ലോ, ഇതാണ് പിന്നെ ഇവിടുന്ന് വേറെ അമ്പലത്തിലൊക്കെ ഉത്സവത്തിനൊക്കെ കൊണ്ടുപോകുന്നത് അങ്ങനെയൊക്കെയാണ് അച്ഛൻ പറയുന്നത്. അങ്ങനെ ആയിരിക്കാം അല്ലെ, എനിക്ക് അറിയില്ല ഇതിനെ പറ്റിയിട്ട്. പിന്നെ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിട്ട്. എന്തോരോ ആൾക്കാരായിരുന്നു. ഇതിനും വലിയത് റേഞ്ചും ഇല്ല, ഒന്നുമില്ല, ആരെയും വിളിക്കാനും പറ്റത്തില്ല. ഇതിന്റെ ഇടയ്ക്ക് ആരെങ്കിലൊക്കെ മിസ്സായി പോയി കഴിഞ്ഞാല് ആരെങ്കിലൊക്കെ തന്നെ പിടിച്ച് വീട്ടിൽ വണ്ടി കയറി വരിക, അത്രയൊക്കെ ഉള്ളു. പിന്നെ ഞങ്ങളൊന്ന് തോക്കൊക്കെ വാങ്ങിച്ചു. ആ ഷോയാണ് ഈ കണ്ണൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തോക്കൊന്നിലും അല്ല, വെറുതെ ഞങ്ങൾക്ക് ഒരു രസം തോക്ക് വാങ്ങിച്ചു. പിന്നെ ഈ കോളിഫ്ലവർ ബജ്ജി അത് പിന്നെ മെയിനാണ്. നമ്മൾ ഏത് ഉത്സവത്തിന് പോയാലും കോളിഫ്ലവർ ബജ്ജി കഴിച്ചിരിക്കണം, അത് മസ്റ്റാണ്. അങ്ങനെ തന്നെ കഴിക്കണം. അങ്ങനത്തെ കഴിച്ച് നടക്കുന്ന എന്നെയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോയി. അടുത്ത വീട്ടിൽ നമുക്ക് കാണാം. അപ്പോൾ ബൈ.